ദേവീ ശില്പങ്ങൾ തൻ്റെ കരവിരുതിൽ കൊത്തിയെടുക്കുന്ന ശില്പിയോടുള്ള ആരാധന ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കുള്ളതാണ്. അതുകൊണ്ടാവാം മുനിസിപ്പൽ തല യുവജനോത്സവത്തിൽ ഒരു നാടകം എഴുതാൻ സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോൾ ആ നാടകത്തിന് ശില്പി എന്ന പേര് ഞാൻ നൽകിയത്. എൻ്റെ നാടകത്തിലെ ശില്പി പ്രപഞ്ച സൃഷ്ടാവായിരുന്നു. കയ്യിലെ ഒളിയും വലതു കൈയിലെ ചുറ്റികയുമായി തൻ്റെ പ്രപഞ്ച നിർമ്മാണത്തിന് ശേഷം തൻ്റെ സൃഷ്ടിയെ നോക്കിക്കാണുന്ന ശില്പിയുടെ സന്തോഷത്തിൽ നിന്നാണ് ആ നാടകം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞു, ദീർഘനാളത്തെ വിശ്രമമില്ലാത്ത ജോലി എന്നെ തളർത്തിയിരിക്കുന്നു. എനിക്കല്പം വിശ്രമം ആവശ്യമാണ്. ഞാൻ ഈ പശ്ചിമഘട്ടത്തിലെ മലനിരകൾക്കിടയിലേക്ക് എൻ്റെ ഉറക്കത്തിനായി യാത്ര തുടങ്ങുകയാണ്. അതിനുമുമ്പ് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം അതിൻ്റേതായ അർത്ഥതലങ്ങളോടുകൂടി ഞാനിവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗിച്ച് നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞ് ശില്പി തൻ്റെ ഉറക്കത്തിനായി യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ വിഷജീവിയായ കുരുടി പറഞ്ഞു, അങ്ങയുടെ സൃഷ്ടിയിൽ തെറ്റുപറ്റിയിരിക്കുന്നു. എൻ്റെ ശരീരം നിറയെ വിഷമാണ്. ഞാൻ ഈ മനുഷ്യ ജീവജാലങ്ങളെയെല്ലാം കടിച്ചു കൊല്ലും. ഉടനെ ശില്പി പറഞ്ഞു, നിനക്ക് ഞാൻ കണ്ണ് തന്നിട്ടില്ല. കുരുടിക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും ഞാൻ കൊടുത്തില്ല എന്നാണ് ശില്പിയുടെ ഡയലോഗ്. പിന്നെ കാട്ടിലെ മൃഗങ്ങൾ, ശക്തനായ സിംഹവും പുലിയടക്കം മൃഗങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവരെല്ലാം കടിച്ചു കീറും. പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് താമസിക്കാൻ പ്രത്യേക പ്രകൃതി രമണീയമായിട്ടുള്ള ശൈത്യത്തിൻ്റെ ഒരു കാലാവസ്ഥയുള്ള കാട് വിഭാവനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് പോവുക, നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. മനുഷ്യർ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള പുഴയുടെ തീരത്ത് ശാന്തമായ ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കൃഷി ചെയ്തും നിങ്ങൾ ഈ ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞ അദ്ദേഹം. അങ്ങനെ ഓരോ ജീവജാലങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചും തൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും മനോഹരമായ സങ്കല്പങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടാണ് ശില്പിയുടെ കഥ നാടകത്തിൽ ആരംഭിക്കുന്നത്. ഒടുക്കം ഈ ശില്പി എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ ഉറക്കത്തിനായി പോവുകയാണ്. ആ പോകുന്ന ഇടത്താണ് നാടകം ആരംഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പോകുന്നു. നിതാന്തമായ ഉറക്കത്തിലേക്ക് വഴുതിപണി യുഗങ്ങളോളമുള്ള തൻ്റെ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള ക്ഷീണത്തിൽ യുഗങ്ങളോളമുള്ള ഉറക്കത്തിനായി അദ്ദേഹം പോവുകയാണ്. ആ പോയതിന് ശേഷം ഭൂമിയിൽ സംഭവിച്ച അത്ഭുതാവഹമായ മാറ്റങ്ങളാണ് നാടകത്തിൻ്റെ ബാക്കി. ആ മാറ്റങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാം. മതഭ്രാന്ത്, അല്ലെങ്കിൽ ദൈവങ്ങളെ വേർതിരിച്ച് മതിൽ കെട്ടി വേർതിരിച്ച് തമ്മിലടിക്കുന്നൊരു വിഭാഗം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിവിധ ചിത്രങ്ങളുണ്ടാക്കി അധികാരം ഭുജിക്കാൻ വേണ്ടി തമ്മിലടിക്കുന്ന ഒരു വിഭാഗം, പണ്ടത്തെ വനമേഖലയായിരുന്ന മഴ പെയ്യ്ക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരുന്ന കാടുകളെല്ലാം വെട്ടിനുറുക്കിയ പഴയ ഞാൻ നാടകം എഴുതിയ കാലത്ത് ആ കാടുകളെല്ലാം കാനനം വെട്ടിത്തെളിച്ച് വെളുപ്പിച്ച് വിറ്റ് തുലച്ച അന്നത്തെ ചില ഭരണവർഗ്ഗങ്ങൾ. ഇങ്ങനെയുള്ള ഭൂമിയിലെ അസമത്വങ്ങളുടെ ഒരു നീണ്ട നിരയായിട്ടാണ് ഞാൻ ഈ കഥയെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. പരസ്പരം പോരടിക്കുന്ന മനുഷ്യൻ, ആ പോരടിക്കുന്ന മനുഷ്യൻ സ്വത്തിന് വേണ്ടി എല്ലാം സൃഷ്ടിച്ച ദൈവം പറഞ്ഞതെന്തോ അതെല്ലാം മറന്നുകൊണ്ട് വിരാജിച്ച, ഒരുപക്ഷെ അദ്ദേഹം സൃഷ്ടിച്ച കുരുടിയേക്കാൾ വിഷമുള്ള ഒരു ജീവിയായി മനുഷ്യൻ മാറുന്ന സംഭവ വികാസങ്ങൾ ഉദാഹരണ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ടാണ് നാടകം മുന്നോട്ട് പോകുന്നത്. ഈ നാടകത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കണമെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് കൂടി ആവശ്യമുണ്ട്. ഈ നാടകത്തിൻ്റെ അവതരണ രീതിയും അന്ന് സംഭവിച്ച കാര്യങ്ങളും പറയാൻ വേണ്ടി അടുത്തൊരു എപ്പിസോഡിലേക്ക് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വിട പറയുന്നു. നന്ദി, നമസ്കാരം. തീർത്തും നാടകരംഗത്തെ എൻ്റെ സുഹൃത്തുക്കൾ പലരും വിളിക്കാറുണ്ട്. നാടകത്തെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കുന്നു. ആ നാടക സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും നിങ്ങളോട് ഈ നാടക ചരിത്രവുമായി ഞാൻ വരുന്നത്. ആ നാടകകൃത്തുക്കൾ നാടകത്തെ ഒരു ഭ്രാന്തമായി ആവാഹിച്ച ജീവിക്കുന്ന ഒരു പറ്റം നാടക കലാകാരന്മാർക്ക് വേണ്ടി ഈ നാടകത്തിൻ്റെ എപ്പിസോഡുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡിനോടും ഞാൻ വിട പറയുന്നു. നന്ദി, നമസ്കാരം.